ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറക്കത്തിൽ സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? സ്വപ്നശാസ്ത്രത്തില് നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും ചില അർത്ഥങ്ങളുണ്ട്. ഉറക്കമുണർന്നതിന് ശേഷം സ്വപ്നങ്ങൾ മായുമെങ്കിലും ഈ സ്വപ്നങ്ങൾ തീർച്ചയായും നമുക്ക് പലതരത്തിലുള്ള സിഗ്നലുകൾ നൽകുന്നുണ്ട്. പലരും പലതരത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കും കാണുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വപ്നത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളെ കാണുകയും അവരോട് സംസാരിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളും ഒക്കെ കാണും. സ്വപ്നശാസ്ത്രം അനുസരിച്ച് സ്വപ്നങ്ങൾ നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ അജ്ഞാതനായ ഒരു വ്യക്തിയെ കാണുന്നുവെങ്കിൽ അതിന് പലതരം അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും ഒരു അജ്ഞാത മുഖം കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും ഈ സ്വപ്നം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്വപ്നശാസ്ത്രം അനുസരിച്ച് ഒരാള് അജ്ഞാതമായ ഒരു മുഖം വീണ്ടും വീണ്ടും കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പഴയ വീടോ വനമോ അങ്ങനെ എന്തെങ്കിലും കാണുകയോ ചെയ്താൽ ഇതിനർത്ഥം നിങ്ങൾ വലിയ എന്തെങ്കിലും നേടാൻ പോകുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടൻ തന്നെ ഉയരങ്ങൾ കൈവരിക്കുമെന്നും നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കുമെന്നും ഈ സ്വപ്നം അർത്ഥമാക്കുന്നു. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ ഒരു അജ്ഞാത വ്യക്തി വരുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില നല്ല വാർത്തകൾ ഉടൻ ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു അജ്ഞാത വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വീണ്ടും വീണ്ടും വരുന്നത് കാണുന്നത് നിങ്ങൾ ഉടനെ തന്നെ നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ ഒരു അപരിചിതനെ വിവാഹം കഴിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അജ്ഞാതൻ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ അതിനർത്ഥം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരുമെന്നാണ്. സ്വപ്നശാസ്ത്രം അനുസരിച്ച് നിങ്ങളുടെ സ്വപ്നത്തിൽ അപരിചിതനുമായി ചങ്ങാത്തം കൂടുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സ്വപ്നം അശുഭകരമായിരിക്കും. അത്തരം സ്വപ്നം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു. അത്തരമൊരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടായേക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന തരത്തിൽ ആരെങ്കിലും അപരിചിതർ വാതിലിൽ മുട്ടിയാൽ ഭാവിയിൽ എന്തെങ്കിലും അശുഭകരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാമെന്നും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഭയം ഉണ്ടെന്നും മനസ്സിലാക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ ഭയം ഇല്ലാതാക്കാനും നിങ്ങളുടെ ചിന്തയെ പോസിറ്റീവായി നിലനിർത്താനും ശ്രമിക്കുക. നിങ്ങൾ ഒരു അപരിചിതനെ കണ്ട് ഭയപ്പെടുന്ന ഒരു സ്വപ്നം കാണുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരാളോട് അസൂയപ്പെടുന്നുവെന്നും ആ വ്യക്തിയോട് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെന്നുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റുകയും പോസിറ്റീവ് മനോഭാവം സ്വീകരിക്കുകയും വേണം. ഈ സ്വപ്നം യഥാർത്ഥത്തിൽ നിങ്ങളുടെ അരക്ഷിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു അപരിചിതൻ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചതായും അവനെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നതായും സ്വപ്നം കണ്ടാൽ അതിനർത്ഥം നിങ്ങളുടെ വിലയേറിയ വസ്തുക്കളോ വസ്തുവകകളോ മോഷ്ടിക്കപ്പെട്ടേക്കാം എന്നാണ്. സ്വപ്നത്തിൽ നിങ്ങൾ അപരിചിതർക്ക് പണം നൽകുന്നത് കണ്ടാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തിന്റെ സൂചനയാണ്. ഇനി നിങ്ങളൊരു അപരിചിതൻ മരിച്ചതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്തരമൊരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിന് അശുഭകരമായ എന്തെങ്കിലും സൂചിപ്പിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് മാനസികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് ഇതിനർത്ഥം. ഈ സ്വപ്നം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളെ ഭയക്കാതെ ധൈര്യത്തോടെ നേരിടുക. അത്തരമൊരു സ്വപ്നം നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന്റെ അടയാളം കൂടിയാണ്. സ്ത്രീകൾ അവരുടെ സ്വപ്നത്തിൽ ഒരു അപരിചിതനായ പുരുഷനെ കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഒരു നല്ല ജീവിത പങ്കാളിയെ തിരയുന്നുവെന്നും അത് ഉടൻ പൂർത്തീകരിക്കപ്പെടുമെന്നുമുള്ള സൂചനയാണ് ഈ സ്വപ്നം. നിങ്ങളുടെ സ്വപ്നത്തിൽ അജ്ഞാതനായ ഒരാളിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിക്കുന്നതായി കണ്ടാൽ അതിനർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ നല്ല വാർത്തകൾ ലഭിക്കുമെന്നോ ആണ്. ഇനി ഒരു അജ്ഞാതൻ സ്വപ്നത്തിൽ നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ എന്തിനെക്കുറിച്ചോ ആശങ്കപ്പെടുന്നു എന്നാണ്. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരമൊരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നോക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം. നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ സൂചനകളുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കണം.